നമസ്കാരം. വി ദ പീപ്പിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിലവർധന? ഈ വിലവർധന ഉപഭോക്താക്കളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും? ഇതാണ് ഇന്ന് വി ദ പീപ്പിൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ കൈരളി ടി വിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിജു സുഗതൻ, മനോജ് വർമ്മ, ഷീജ തുടങ്ങിയവർ കൂടി സംബന്ധിക്കുന്നു. ആമുഖമായ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രതിഭാസമാണ്. ദേശീയ തലത്തിലെ വിലക്കയറ്റ തോത് 5.1%. ദേശീയ തലത്തിലെ വിലക്കയറ്റ തോത് 5.1%, കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ തോത് 4.04%. അതായത് ദേശീയ തലത്തിലെ വിലക്കയറ്റ തോതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റം താരതമ്യേന കുറവാണ്. മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വിലക്കയറ്റ തോത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് വിലക്കയറ്റ വർധനവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനോജ് വർമ്മ, ഇതിപ്പോൾ വലിയൊരു വാർത്തയാണ്. ഇന്നത്തെ മറ്റ് മാധ്യമങ്ങളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. പൂർണ്ണമായും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്താണ് യാഥാർത്ഥ്യം? രാജേന്ദ്രൻ, ഇത് വില വർധനവാണോ പുതുക്കി നിശ്ചയിക്കുകയാണോ എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. വിലവർധന സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളിലെല്ലാം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ വില ആയിരിക്കില്ല ഇന്ന് പൊതുവിപണിയിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം, 2014 നമുക്ക് കിട്ടിയിരുന്ന LPGയുടെ വില 400 രൂപയായിരുന്നു. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് 1100 രൂപയാണ്. 10 വർഷത്തിനിടയിലുണ്ടായ വില വർധനവാണത്. എണ്ണയുടെയും അതെ, ഇന്ധന വിലയെല്ലാം, പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ, എല്ലാത്തിനും അതേ രീതിയിൽ കൂടിയിട്ടുണ്ട്. സപ്ലൈകോയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിലേത്. 2014 വരെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ, കാലാകാലങ്ങളിൽ സബ്സിഡി നിരക്ക് പുതുക്കി നിശ്ചയിക്കുന്നൊരു പതിവ് സപ്ലൈകോയ്ക്കുണ്ടായിരുന്നു. 2013 ഓഗസ്റ്റിൽ പുതുക്കി, 2014 3 വട്ടം, ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ, അങ്ങനെ 3 വട്ടം പുതുക്കി നിശ്ചയിച്ചു. ആ 2014 ഡിസംബറിലെ വിലയാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത്, സപ്ലൈകോയ്ക്ക് കൊടുക്കുന്ന വില. അതായത് അരിയാവട്ടെ, പയറാവട്ടെ, മുളകാവട്ടെ, പഞ്ചസാരയാവട്ടെ, എല്ലാത്തിനും സപ്ലൈകോ വഴി സർക്കാർ വിതരണം ചെയ്യുന്നത് 2014 ഡിസംബറിലെ നിരക്കിലാണ്. അതിൽ കാലാകാലങ്ങളായി പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. വിലവർധനവല്ല, പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. ഈ വില 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് 13 അവശ്യ സാധനങ്ങളുടെ വിലവർധന നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ 5 വർഷവും 2016, 2021 ആ സർക്കാരിൻ്റെ കാലയളവിൽ പുതുക്കി നിശ്ചയിച്ചിരുന്നില്ല. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2021 അധികാരത്തിൽ വന്നു. ഇപ്പോൾ 2024 ജനുവരിയിലെത്തി. ഇതുവരെയും ആ വില പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും വിപണി വിലയേക്കാൾ 75% വില കുറവിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് സപ്ലൈകോയുടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 500-ലേറെ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് തോന്നുന്നു സപ്ലൈകോയ്ക്കുള്ളത്. ആ വിപണിയെ ഈ സബ്സിഡി വിലക്കുറവ് ഈ സപ്ലൈകോയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത് മറ്റു വകുപ്പുകളിൽ നിന്ന് പണമെടുത്ത് സർക്കാർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം അതിനും കഴിയാത്തൊരു സാഹചര്യം വന്നു. അത് കേരളത്തിൻ്റെ പ്രശ്നമല്ല. കേരളത്തിൻ്റെ ധനസ്ഥിതിയെ കൂടുതൽ ഞെരുക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ വന്നു. ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. എങ്കിൽ പോലും കഴിയുന്നത്ര ഷോപ്പുകളിൽ പഴയതുപോലെ ലഭ്യത പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറഞ്ഞ നിരക്കിലെങ്കിലും ഇപ്പോഴും കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഷീജ, ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ധനസ്ഥിതി തന്നെയാണ്. സുപ്രീം കോടതി ഇടപെട്ട് ഒരു ചർച്ച നടക്കുന്നു. അതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഈ വില പുതുക്കുന്നത്. ഇന്നിപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ വാർത്താ സമ്മേളനം, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗം, ഇതെല്ലാം നേരിട്ട് കേട്ട ഒരാളാണ് ഷീജ. എന്താണ് ഇതിന് സർക്കാർ പറയുന്ന ഒരു ന്യായം? രാജേന്ദ്ര, അത് മനോജ് വർമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം എന്താണ് ഇതിനു പിന്നിലെ സാഹചര്യം? ഈ വില വർദ്ധിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഇത് വസ്തുത അറിയാത്തവരല്ല നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ സമയത്താണ് ഈ
സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2016 ഒന്നാം പിണറായി സർക്കാർ വരുന്നത്, പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വന്നു. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇവരുടെ ഒരാകെ വർഷം എന്ന് പറയുന്നത് 7 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും നാൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, സപ്ലൈകോയ്ക്ക് ഇനിയും നൽകാനുള്ളത് 2000-ഓളം കോടി രൂപയാണ്. അതാരും പറയുന്നില്ല. സപ്ലൈകോ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സപ്ലൈകോയുടെ ടെൻഡർ നൽകുമ്പോൾ എടുക്കാൻ ആളില്ല. എന്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞ നിരക്കിൽ നമ്മൾ ജനങ്ങൾക്ക് സാധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം, ഇന്നിപ്പോൾ ഈ ഒരു നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചെറുപയർ 1 കിലോ നൽകുന്നത് പൊതുവിപണിയിലെ നിരക്ക് പ്രകാരമാണെങ്കിൽ 142 രൂപ 50 പൈസയാണ് ചെറുപയറിന് നൽകേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുതുക്കി നിശ്ചയിച്ചതിന് ശേഷം പോലും ജനങ്ങൾക്ക് അത് സപ്ലൈകോയിലൂടെ ലഭ്യമാക്കുന്നത് 92 രൂപ 62 പൈസയ്ക്കാണ്. അതായത് 49 രൂപ 87 പൈസ പൊതുവിപണിയിൽ നിന്നും കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയൊരാശ്വാസമാണ് ജനങ്ങൾക്കിത് പകർന്നുകൊണ്ടിരുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിൽ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഈ ജനങ്ങളെ കൈവിടരുത്. അതുകൊണ്ട് മാത്രമാണ് ഈ എല്ലാ രീതിയിലും കടം പല വകുപ്പുകളുടെ നൽകേണ്ട തുകകൾ അത് സമാഹരിച്ചുകൊണ്ട് സപ്ലൈകോയ്ക്ക് നൽകുന്നു. ചെറുപയറിൻ്റെ മാത്രമല്ല, മറ്റ് സബ്സിഡി നിരക്കിലുള്ള മറ്റു സാധനങ്ങളുടെ കണക്ക് കൂടി എന്ന് പറയുന്നത് ഞാൻ പ്രേക്ഷകർക്ക് നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായും. ഏതായാലും ഇതിൻ്റെ നിരക്കുകൾ നോക്കുമ്പോൾ ഒന്ന് ഉഴുന്നാണ്. ഉഴുന്നിൻ്റെ വില എന്ന് പറയുന്നത് അതും 1 കിലോ പൊതുവിപണിയിലെ നിരക്ക് എന്ന് പറയുന്നത് 146 രൂപ 57 പൈസയാണ്. അപ്പോൾ പുതുക്കിയ സബ്സിഡി നിരക്ക് പ്രകാരം അത് സപ്ലൈകോയിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുക 95 രൂപ 28 പൈസയ്ക്ക്. അതിൽ കുറവ് വരുന്നത് പൊതുവിപണിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് 51 രൂപ 29 പൈസയുടെയാണ്. പിന്നെ ഏറ്റവും ഇന്നിപ്പോൾ പല മാധ്യമങ്ങളും നമ്മൾ പറഞ്ഞു, ഈ പറയുന്നത് പോലെ മുളക് ഇനി എരിയും എന്നുള്ളൊരു ക്യാപ്ഷനൊക്കെയാണ് പലരും നൽകുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ആരും പറയുന്നില്ലെങ്കിൽ പോലും മുളക് 1/2 കിലോ മുളക് നൽകുന്നത് നിലവിൽ വിപണിയിലെ പൊതുവിപണിയിലെ വില എന്ന് പറയുന്നത് 126 രൂപ 25 പൈസയാണ്. അതാണ് 82 രൂപയ്ക്ക് ഈ സപ്ലൈകോയിലൂടെ നൽകുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെ നിരക്കെടുത്താൽ നമുക്കിത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഓരോ രീതിയിലും വലിയൊരു ആശ്വാസമാണ് ഈ സപ്ലൈകോ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യമന്ത്രി തന്നെ നിലവിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം സപ്ലൈകോയുടെ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി വന്നു. ഈ അടിയന്തര പ്രമേയമായി വന്നപ്പോൾ അന്ന് പ്രമേയ അവതാരകൻ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ തന്നെ ഭക്ഷ്യമന്ത്രിയോട് പറയുന്നു, ഈ സപ്ലൈകോയ്ക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ സബ്സിഡി നൽകുന്നത് എന്ന് ചോദിച്ച പ്രതിപക്ഷമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. കാരണം എന്നിട്ട് മന്ത്രിയോട് തന്നെ പറയുകയാണ്, എന്തിന് നിങ്ങളിങ്ങനെ സബ്സിഡി കൊടുത്ത് ആ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നു, സബ്സിഡി നിരക്ക് എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ച പ്രതിപക്ഷമാണ് ഇന്ന് ഈ വിഷയത്തിൽ ഒരു സബ്മിഷൻ കൊണ്ടുവരികയും അതിൽ സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നത്. ഇതിന് പിന്നിലെ ഒരു ഇരട്ടത്താപ്പ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. കാരണം അവരുടെ കാലത്ത് നിരവധി തവണ സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ LDF സർക്കാർ വന്നതിന് ശേഷം സബ്സിഡി നിരക്കിൽ ഒരു ഉൽപ്പന്നത്തിന് പോലും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ആ സ്ഥാപനം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സഹായിക്കാൻ കേന്ദ്രമില്ല. കേന്ദ്രത്തിന്റെ വാതിലിൽ നിരവധി തവണ മുട്ടി, അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പലതവണ ഭക്ഷ്യമന്ത്രി നേരിട്ട് ചെന്നു, അരിയുടെ വിലയിലെങ്കിലും ഒരല്പം കുറവ് വരുത്തണം, അല്ലെങ്കിൽ അരി കൂടുതൽ ലഭ്യമാക്കണം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ വെച്ചു. ഇതിലൊന്നും അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പൊതുവിതരണ സമ്പ്രദായത്തെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു നിരക്ക് വർധനവിനെ കാണേണ്ടത്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഇപ്പോൾ ഈ പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഈ തെലങ്കാനയിലെ വിലക്കയറ്റ തോത് എന്ന് പറഞ്ഞ വിലക്കയറ്റ തോത് 6.34%. കേരളത്തിൻ്റെ വിലക്കയറ്റ തോത് നേരത്തെ പറഞ്ഞ പോലെ 4.04. അതായത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റ തോത്. തെലങ്കാന പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മുളക് എരിയുമെന്നെല്ലാം പറയും. ഈ മുളകെല്ലാം തെലങ്കാനയിൽ നിന്നെല്ലാം വരുന്നത്. അതായത് തെലങ്കാനയിൽ നിന്നാണ് മുളക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ മുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതുപോലെ BJP നേതാക്കളോട് പറയാനുള്ളൊരു കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഹരിയാന അവിടെ നല്ല രീതിയിൽ കൃഷി നടക്കുന്നൊരു സംസ്ഥാനമാണ്. മാത്രമല്ല ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഈ കാർഷിക മേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ വിലക്കയറ്റ നിരക്ക് എന്ന് പറഞ്ഞാൽ 6.24%. അതായത് കേരളത്തിൻ്റേത് 4.04. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ഈ താരതമ്യേന കുറഞ്ഞ വിലക്കയറ്റ നിരക്ക്, വർധനാവ് നിരക്ക് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരം എന്തെന്നാൽ, സർക്കാരിന് കഴിയാവുന്ന രീതിയിലെല്ലാം വിപണിയിൽ ഇടപെടുന്നു. അതാണ് സാഹചര്യം. ഒരു മിനിറ്റ്,
ഇതിൽ ഷീജ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുതുക്കിയ വില, അതായത് ചെറുപയറിൻ്റെ വില ഏതാണ്ട് 92 രൂപയോളം ആകുന്നു. നിലവിലുള്ളതിനേക്കാൾ 35%എങ്കിൽ കൂടുന്നുണ്ട്. ആ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ പോലും അവശ്യ സാധനങ്ങളുടെ, ഒരു കുടുംബത്തിനാവശ്യമായ അവശ്യ സാധനങ്ങളുടെ വിപണി വില 1600 രൂപയോളം വരുമ്പം സപ്ലൈകോയിൽ നിന്ന് അത് ഇനി കിട്ടാൻ പോകുന്നത് 600 രൂപ കുറഞ്ഞ നിരക്കിലാണ്. ഒരു സാധാരണ കുടുംബം അല്ലെങ്കിൽ ഒരു ഇടത്തരം കുടുംബത്തിന് വലിയ ആശ്വാസമാകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സിജു, ഇത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ വളരെ നമ്മൾ രാജ്യത്ത് തന്നെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം. നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രശ്നം തുടങ്ങുന്നത്, നമ്മളിപ്പോൾ സമരത്തിലാണ്, കേന്ദ്രത്തിൻ്റെ സമരത്തിലാണ് അവഗണനയ്ക്കെതിരെ. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ഈ ധാന്യവിഹിതം 16 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷം മെട്രിക് ടണ്ണായിട്ട് വെട്ടിക്കുറച്ചു. അതിനുവേണ്ടി കാലങ്ങളോളം നമുക്ക് ഓർമ്മയുണ്ട്, 2017 മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദില്ലിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് 2 പ്രാവശ്യം കാണാൻ അനുവദിച്ചില്ല, ഭക്ഷ്യമന്ത്രിയെ കണ്ടിട്ട് പോകൂ എന്നൊക്കെ പറയുന്ന സാഹചര്യം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് ഈ 14 ലക്ഷം എന്ന് പറയുന്നത് വെട്ടിക്കുറച്ചതിന് ശേഷവും ഓരോ വർഷവും കാലങ്ങളായിട്ട് ഇങ്ങനെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലുള്ള 90 ലക്ഷം കാർഡ് ഉടമകളിൽ വെറും 43% മാത്രമേ ഉള്ളൂ സൗജന്യ ഈ നിരക്കിൽ റേഷനരി കിട്ടുന്നുള്ളൂ. ബാക്കി പുറത്തുനിന്ന് മേടിക്കാൻ കഴിയുന്നവർക്കാണ് സപ്ലൈകോ വഴി സാധനങ്ങൾ നൽകാൻ സംവിധാനം ഒരുക്കിയത്. അതിനുവേണ്ടി ഇന്ന് മന്ത്രി GRL പറഞ്ഞ ഒരു കണക്കുണ്ട്, 1525 കോടി രൂപ ബാധ്യതയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്. ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച മറ്റേ 186 കോടി കൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്തു. ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോൾ തന്നെയാണ് ഈ 43% പേര് മാത്രമാണ് നിലവിൽ റേഷൻ അരി വാങ്ങാൻ ശേഷിയുള്ളത്. അവർക്ക് അർഹത 5 കിലോ അരി മുതൽ കിട്ടുന്നത്. മറ്റുള്ളവർക്ക് 10 രൂപയ്ക്ക് പുറത്ത് ഈ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാം. നീല വെള്ളക്കാടുകൾക്ക് 10 രൂപയ്ക്ക് അരി മേടിക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഭാരതരിയുടെ കാര്യം പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിനകത്ത് മന്ത്രി GRL പറഞ്ഞ റേഷനരി എടുത്തുകൊണ്ട് പോയെന്നല്ല പറഞ്ഞത്. ഓപ്പൺ സെയിൽ സ്കീം വഴി സംസ്ഥാന സർക്കാരിന് ഈ FCIയിലും മറ്റും ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് ആ അരി മേടിച്ച് 24 രൂപയ്ക്ക് സപ്ലൈകോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ അരി, ആ അരിയാണ് 29 രൂപയ്ക്ക് ഭാരതരി എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അത് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ 29 രൂപ അരി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതിന് പകരം സിവിൽ സപ്ലൈസ് വഴി തന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഇത്തരത്തിൽ പല തരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എവിടുന്നൊക്കെ കടമെടുത്തും വായ്പ എടുത്തും ഒക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭക്ഷ്യം ധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം, കേരളത്തിലെ ഭക്ഷ്യധാന്യത്തിൻ്റെ 15% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിന് ഉപഭോഗത്തിനുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ വെറും 15%. ബാക്കിയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തിരുന്നു പഴയ കാലങ്ങളിൽ. അതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് എങ്ങനെ കേരളത്തെ നശിപ്പിക്കാം? അത് അരി നൽകിയില്ലെങ്കിൽ അരി തരാതെ പട്ടിണിക്കിട്ടെങ്കിലും നശിപ്പിക്കാമെന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൽ. അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഈ സിവിൽ സപ്ലൈസിൻ്റെ പ്രതിസന്ധിയും ഇപ്പോൾ ഈ സബ്സിഡി വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിക്കും. സിജു ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചല്ലോ, റേഷനരിയുടെ എല്ലാം കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ. റേഷനരി, ഭാരതരി, അതിൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു വസ്തുത, കേരളത്തിലെ റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങളും റേഷൻ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവഴിക്കുന്നത് 826 കോടി രൂപയാണ്. 826 കോടി രൂപ. ഈ 826 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിലെ റേഷൻ കടകൾക്കായി ആകെ നൽകുന്നത് 86 കോടി രൂപ മാത്രമാണ്. അതായത് കേന്ദ്രം ചെലവഴിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിലെ റേഷൻ കടകളിലാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം, അവിടെ നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ് വെക്കണം എന്നെല്ലാം നിഷ്കർഷിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ 86 കോടി കൂടി ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു പോയത് മാത്രം. പണ്ടെല്ലാം തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം എന്തെന്നാൽ, കേരളം ഒരു ഭക്ഷ്യോൽപാദന സംസ്ഥാനമല്ല, നാണ്യവിളകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം. രാജ്യത്തിന് ആവശ്യമായ നാണ്യവിളകൾ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളും. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളും കേന്ദ്രം നൽകാം. ഇങ്ങനെയായിരുന്നു ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടായിരുന്ന ഒരു ധാരണ. ആ ധാരണ തെറ്റിയിരിക്കുന്നു. സപ്ലൈകോയിൽ ഇപ്പോഴിതാ ഇത് പുതുക്കിയിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്ര കണ്ട് സഹായങ്ങൾ ഇനിയും കിട്ടുമെന്നെല്ലാം കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായിരിക്കും സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് കൂടുതൽ ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്തായിരിക്കും? പുതുക്കിയ വിലയനുസരിച്ചുള്ള സാധനങ്ങൾ, 13 അവശ്യ സാധനങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അത് റെഗുലർ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരുന്നു. അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ആ സ്കീമിൻ്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ മെയ് മാസത്തിൽ തൃശ്ശൂരിൽ സർക്കാർ നടത്തിയിരുന്നു. കെ സ്റ്റോർ, സപ്ലൈകോയുടെ 500ഓളം
കേന്ദ്രങ്ങളിലെ 108 ആദ്യഘട്ടങ്ങളിൽ കെ സ്റ്റോർ ആക്കുന്നു. കെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ വിപണി സങ്കല്പം അനുസരിച്ച് എവരിത്തിങ് അണ്ടർ വൺ റൂഫ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് കെ സ്റ്റോറിനെ, അതായത് നമ്മുടെ റേഷൻ കടകളെ അല്ലെങ്കിൽ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളെ ആ തരത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഇതിലാണ്. അവിടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ അരി, പഞ്ചസാര, ഗോതമ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കാം. ഇനിയും അവിടെ വരാൻ പോകുന്നത് മിൽമ വരുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇത്തരം സ്റ്റോറുകളിൽ ലഭിക്കും. ചോട്ടു ഗ്യാസ്, സർക്കാരും മറ്റേ IOCയും ഭാരത് പെട്രോളിയം ഒക്കെ പുറത്തിറക്കുന്ന 5 കിലോയുടെ ചെറിയ ഗ്യാസ് സിലിണ്ടറുകൾ, ആ സംവിധാനം ഇത്തരം സ്റ്റോറുകളിൽ വരുന്നു. മിനി ബാങ്കിങ് സർവീസുകൾ, അത്തരം സർവീസ് കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും എത്തിക്കുക. ഇതാണ് ഈ കെ സ്റ്റോർ എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ തവണ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഷീജ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ അടുത്തു നിന്ന് എല്ലാ ദിവസവും തന്നെ നിയമസഭയിലും അല്ലെങ്കിൽ പുറത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഈ പെട്രോളിൻ്റെ വില കൂടി, ഡീസലിൻ്റെ വില കൂടി, അന്നെല്ലാം ആ സമരം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ സമരം മാത്രമായി മാറുന്നു. അതിത്ര വലിയൊരു വാർത്തയാവുന്നില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് അതൊരു വാർത്തയാക്കുന്നത്. പാചകവാതകത്തിൻ്റെ കാര്യം പറയണ്ട. ഇതേവരെ എല്ലാ പാചകവാതക വില കൂടി കഴിഞ്ഞാൽ സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് പലതവണ പറഞ്ഞാണ്. നമുക്കൊന്നും തന്നെ കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇതോടുകൂടി കേരളത്തിൽ ജീവിക്കാൻ വയ്യ, അങ്ങനൊരു പൊതുചിത്രമാണ് മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷം കൂടി നൽകുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. കാരണം പല രീതിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ക്യാമ്പയിൻ ചെയ്തു. കാരണം ഓരോ തവണ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, അത് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആണ് പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് വേറെ ഉപയോഗിക്കാനായി വേറെ ആയുധങ്ങൾ ഒന്നുമില്ല. അപ്പോൾ സർക്കാരിനെതിരെ എന്തുപയോഗിക്കാം? കാരണം ഓരോ ദിവസവും നിയമസഭയിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാം, അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിനപ്പുറത്തേക്ക് അതിലൂടെ എന്ത് രാഷ്ട്രീയ ലാഭം തങ്ങൾക്ക് നേടാൻ സാധിക്കും, അത് മാത്രമാണ് പ്രതിപക്ഷം ഊന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത്. ഈ ഒരു വിഷയത്തിലും അവരുടെ ഇരട്ടത്താപ്പ് എടുത്ത് പറയേണ്ടതാണ്. കാരണം അവരുടെ നിലപാടെന്ന് പറയുന്നത് സബ്സിഡി നിരക്കുകൾ കൂട്ടണം എന്നുള്ളത് തന്നെയാണ്. ഒരു കാലത്തും സബ്സിഡി നിരക്ക് അതേ രീതിയിൽ നിലനിർത്തണം എന്നൊരു വാദം UDFന് ഇല്ല. പക്ഷേ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, കാരണം എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈനാണ് ഇവിടെ സബ്സിഡി നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ്. പക്ഷേ നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡി നിരക്കിനേക്കാൾ തുച്ഛമായ നിരക്ക് മാത്രമാണ് ഈ ഒരു വർധനവ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അതല്ലാതെ ആ ഒരു പൊതുവിതരണ സമ്പ്രദായം ആകെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇതിന് നിർബന്ധിതരാകുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിനുള്ളൊരു ശ്രമമാണ് UDF നടത്തുന്നത്. പക്ഷേ ഇതിൽ നമുക്കറിയാം ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന അത് പ്രതിപക്ഷം മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. അത് അവരുടെ രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട്. പക്ഷേ ജനങ്ങൾ ഇത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. കാരണം നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചില സദസ്സുകളിൽ ഞാനും പോയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് നേരിട്ട് മനസ്സിലാകുന്നത് ജനങ്ങൾ തന്നെ നമ്മളോട് പറയുകയാണ്, ഇത്രത്തോളം പൈസ നമ്മൾക്ക് ഈ രീതിയിൽ ജനങ്ങൾ കേന്ദ്രം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഓരോ മണ്ഡലത്തിൽ ചെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ജനങ്ങൾക്ക് അപ്പോഴാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ആനയുടെ വയനാട്ടിലെ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് UDFൻ്റെ MLAമാർ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് വനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി. അതിനൊപ്പം പോയി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടെ തന്നെ നിയമസഭയ്ക്ക് അടുത്തുകൂടി ഒരു സ്ത്രീ രാവിലെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു, ആന ആക്രമിച്ചതിന് ഈ സർക്കാർ എന്ത് പിഴച്ചു? അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഉള്ളതെന്ന് പറഞ്ഞത്. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് അവരിലേക്ക് എത്തുന്നുണ്ട്, അത് കൃത്യമായി ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ നന്മയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ നന്മയോ അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് ഒട്ടും തന്നെ പറയാൻ സാധിക്കില്ല. കാരണം അതാണ് നമുക്ക് ഓരോ ദിവസവും പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളം ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലടക്കം അരി 24 രൂപയ്ക്ക് വില കുറച്ച് നൽകാൻ കഴിയും. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്ന് പറയുന്നതിൽ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവദിക്കും. അല്ലാതെ വേറെ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നില്ല, അതുപോലും സമ്മതിക്കുന്നില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ FCI ഇപ്പോൾ അവർ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹകരണ സ്ഥാപനങ്ങൾ വഴി ഈ ഭാരത് അരിയൊക്കെ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ ഈ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. 24 അല്ല, വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ 20 രൂപയ്ക്ക് അരി കൊടുക്കും. അത്രയ്ക്ക് ശേഷി കേരളത്തിലെ സർക്കാരിനുണ്ട്. അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അതുകൂടി സംബന്ധിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് വലിയ പ്രശ്നം.
കേരളം ഞങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ഓരോ വകുപ്പ് മന്ത്രിമാരും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ അനാവശ്യമായി സബ്സിഡി നൽകുന്നു, നിങ്ങളിത് വീടിന് വലിയ സബ്സിഡി നൽകുന്നു, നിങ്ങളിതാ ഭക്ഷ്യധാന്യങ്ങൾക്ക് വലിയ സബ്സിഡി നൽകുന്നു, നിങ്ങൾ ആരോഗ്യത്തിന് വലിയ സബ്സിഡി നൽകുന്നു, വിദ്യാഭ്യാസത്തിന് വലിയ സബ്സിഡി നൽകുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്ര കണ്ട് സബ്സിഡി നൽകുന്നത് എന്ന് ചോദിക്കുന്ന സബ്സിഡി അത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനാണോ ആരാണെന്ന് അറിയില്ല, ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഇരുന്ന് പറഞ്ഞവർ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. എന്തിനാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതെന്നാണ് ചോദ്യം. BJPയുടെ നിലപാട് അതാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇത് നേരത്തെ ഷീജ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം ഇതിനകത്ത്. മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചവരെയും നടത്തുന്നത് കണക്കുകളാണ്. തുവരപ്പരിപ്പിന് ഇത്ര രൂപ കൂടി. പക്ഷേ ഒരു കാര്യം എടുത്തു പറഞ്ഞു, മല്ലിക്ക് 50 പൈസ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ കണക്കുകൾ കൂടിയ, പക്ഷേ എങ്ങനെ കൂടി? 2016 മുതൽ 2014 വരെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് അത്ഭുതമാണ്. അതെ, രാജ്യത്ത് അത്ഭുതമാണ്. 150 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ ഒരു 110 രൂപയ്ക്ക് 120 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തു. 400 രൂപയ്ക്ക് ഗ്യാസ് മേടിച്ചവർക്ക് 1200 രൂപ കൊടുക്കേണ്ടി വരും. ഇത് വിഷയമല്ല. ഈ 2016 മുതൽ സർക്കാർ വലിയ ബുദ്ധിമുട്ടി ഈ ജനങ്ങളെ ഊട്ടുന്നു എന്ന് പറയുന്ന, അന്നം ഊട്ടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. അതിന് 50 പൈസ ഇപ്പം സബ്സിഡി, അതും സബ്സിഡി എങ്ങനെയാണ് 35% കൂട്ടുകയാണ് ചെയ്തത്. സബ്സിഡി എന്ന് വെച്ചാൽ ഈ പൊതുവിപണിയേക്കാൾ എങ്ങനെയായാലും വളരെ വില കുറച്ച് സാധനം ലഭിക്കും. അതിനെ തമസ്കരിക്കുകയും ഇതെന്തോ വലിയ പ്രശ്നമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അതുകൂടി ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടത്. അത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ സിജുവും മനോജ് വർമ്മയും ഷീജയും എല്ലാം പറഞ്ഞതുപോലെ ഈ സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. വിലക്കയറ്റം ഒരു ദേശീയ പ്രതിഭാസമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റ തോതുള്ള സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ അവഗണന നേരിടുന്നു. ഈ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടലില്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാലോചിതമായ വില പുതുക്കലാണ് നടന്നിരിക്കുന്നത്. എങ്കിൽ പോലും പൊതുവിപണിയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വിപണി വിലയുമായെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ കേരളത്തിലെ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ വില വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈകോയിനെ അല്ലാതെ എന്ത് വില കൊടുത്തും നമ്മൾ സംരക്ഷിച്ചേ തീരൂ. അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.